ഹലോ, വെൽക്കം ടു രൂപാസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിവിടെ നല്ലൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതെന്തെന്ന് വെച്ചാൽ ലെമൺ റൈസാണ്. അപ്പോൾ ലെമൺ റൈസ് എന്ന് പറയുമ്പോൾ നാരങ്ങ കൊണ്ടുള്ള ചോറാണ്. അപ്പോൾ ഞാനതിന് 1 കപ്പ് റൈസിന് 2 ചെറിയ നാരങ്ങ എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ ഒരെണ്ണം മതി. അപ്പോൾ ഞാനിപ്പോൾ എടുത്തത് ജീര റൈസാണ്. നിങ്ങൾക്ക് ബസ്മതി റൈസ് കൊണ്ട് ചെയ്യാം. അതുപോലെ തന്നെ പൊന്നിയരി, ഡൊപ്പിയരി ഇതൊക്കെ കൊണ്ട് നമുക്ക് ഈ ലെമൺ റൈസ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് നല്ലൊരു ഫ്രൈ ആണ്, അതിന് നല്ലൊരു കോമ്പിനേഷൻ കേട്ടോ. പിന്നെ സാലഡ്, തൈര് കൊണ്ടുള്ള സാലഡ് കൂട്ടിയും കഴിക്കാം. നിങ്ങൾക്ക് അല്ല ചിക്കൻ മട്ടൺ ഏതുണ്ടെങ്കിലും അതൊക്കെ വെച്ച് കഴിക്കാം. പക്ഷേ അതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ സാധാരണയായിട്ട് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഒരു ഫ്രൈ, എന്തെങ്കിലും ഒരു ഫ്രൈ, പൊട്ടറ്റോ ഫ്രൈയോ അങ്ങനെയുള്ള ഫ്രൈകളൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കുമല്ലോ, അതുപോലത്തെ. പിന്നെ ഞാനിന്ന് സോയാ ചങ്ക് കൊണ്ട് ഒരു റോസ്റ്റ് പോലെ ഉണ്ടാക്കിയാണ് അതിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് കിച്ചണിലോട്ട് പോയി നോക്കാം. അപ്പോൾ നമ്മുടെ നാരങ്ങ ചോറ്, അതായത് ലെമൺ റൈസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ 2 നാരങ്ങ എടുത്തിട്ടുണ്ട്. 2 നാരങ്ങയുടെ ആവശ്യം വരത്തില്ല, 1.5 നമുക്ക് മതി. 1 കപ്പ് റൈസേ എടുത്തോളൂ. പിന്നെ പുളി കുറച്ച് കൂടുതൽ വേണമെന്നുള്ളവർ 2 വേണമെങ്കിലും എടുത്തോളാം. പിന്നെ വലിയ നാരങ്ങയാണെന്നുണ്ടെങ്കിൽ 1 മതി കേട്ടോ. നല്ല പഴുത്ത നാരങ്ങയാണ്, പക്ഷേ ഇത് ലൈറ്റ് ക്യാമറയിൽ ഇങ്ങനെ കാണുന്നതാണ്. നല്ല പഴുത്താണ് നല്ലത് കേട്ടോ. അപ്പോൾ നമ്മുടെ ലെമൺ റൈസ് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഒരു 2 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടാകട്ടെ. അപ്പം നമ്മുടെ ഓയിൽ ചൂടായിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. ഫ്ലെയിം വന്നിട്ട് തീരെ കുറച്ച് വേണം വെച്ചിരിക്കാൻ കേട്ടോ. ഞാൻ ഫ്ലെയിം തീരെ കുറച്ച് വെച്ചിരിക്കുകയാണേ. എന്നിട്ട് 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് കൊടുത്തു. ഇനിയിപ്പോൾ 2 ടീസ്പൂൺ കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ കേട്ടോ കടലപ്പരിപ്പ് ഇട്ട് കൊടുത്തു. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാകണം. നമ്മുടെ ഈ പരിപ്പുകളൊന്നും കരിഞ്ഞു പോകരുത്. അതുകൊണ്ട് ഫ്ലെയിം തീരെ കുറച്ച് വെച്ചോണം. ഞാൻ ഫ്ലെയിം തീരെ കുറച്ച് വെച്ചിരിക്കുകയാണ്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതുണ്ടാക്കാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കരിയും. അപ്പോൾ ഇത് നമ്മളിപ്പോൾ തീരെ കരിയണം, ചുവന്ന് കിട്ടണമെന്നും നമ്മൾ നോക്കണ്ട. ഇതിൻ്റെ കൂടെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ 5-6 കാഷ്നട്ട് ഇട്ട് കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് കുറേ കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. കപ്പലണ്ടിയൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ഇട്ടോളാം കേട്ടോ. കൂടിയാലും കുഴപ്പമില്ല, കുറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷേ ഇത് കപ്പലണ്ടി കൂടുതലിടുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അത് കടി കൊള്ളുമ്പോഴേ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം ഇതെല്ലാം വറുത്ത സാധനങ്ങളാണ്. ഈ കപ്പലണ്ടിയൊക്കെ വറുത്ത കപ്പലണ്ടിയാണ് കേട്ടോ. അത് കാരണം കുറേ സമയം ആവശ്യമില്ല നമുക്കിത് വറുത്തെടുക്കാനായിട്ട്. നമ്മളിതെല്ലാം കൂടെ വറുക്കുമ്പോഴത്തേക്കും പരിപ്പ് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഉണ്ടാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാനുള്ളത് 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. 3 വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നു. പെട്ടെന്ന് തന്നെ റെഡിയാക്കാം കേട്ടോ. കുറച്ച് കറിവേപ്പില എല്ലാം കൂടെ ഒന്ന് കഴിച്ചിട്ട് കൊടുക്കാം. നമ്മൾ റൈസ് വേവിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് മതി റെഡിയാക്കാനായിട്ട്. നമുക്ക് ലഞ്ച് ബോക്സിനൊക്കെ കൊടുത്തയക്കാനേ നല്ല ഈസി ആയിട്ടുള്ള റൈസാണ്. നല്ല ടേസ്റ്റും ആയിരിക്കും. പിന്നെ നല്ല ഹെൽത്തിന് നല്ലതാണ്. എന്ന് വെച്ചാൽ ലെമണല്ലേ നമ്മൾ കൂടെ ചേർക്കുന്ന കപ്പലണ്ടി, കാഷ്നട്ട് ഇതെല്ലാം നല്ല സാധനങ്ങളാണ്. അപ്പോൾ ഇതൊന്ന് വാടിക്കിട്ടട്ടെ. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതി കേട്ടോ. ലെമൺ റൈസിന് മഞ്ഞ നിറമല്ലേ, അത് കാരണം കുറച്ച് മഞ്ഞൾപ്പൊടി. ഫ്ലെയിം തീരെ കുറച്ച് വെച്ചോണം. 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി. നമ്മൾ സാമ്പാറൊക്കെ ഉണ്ടാക്കുമല്ലോ, കായം. ഇതാണ് കായപ്പൊടി, 1/4 ടീസ്പൂൺ. ഇതെല്ലാം കൂടെ ഒന്ന് ചൂടാക്കാം. എന്നിട്ട് നമുക്കിതിൻ്റെ ലെമൺ ജ്യൂസ് ഇട്ട് കൊടുക്കാം.
ഞാനിപ്പോൾ ഒരു 1.5 നാരങ്ങയുടെ നീര് മതിയാവും. ഞാനിത് പകുതി വെച്ചിട്ടുണ്ട്. നമ്മളൊരു കപ്പ എടുത്തിട്ടുള്ളൂ. പുളി കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടെ ചേർത്തോളാം, കുഴപ്പമില്ല. ഒരു നാരങ്ങയുടെ നീര് നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഒരു പകുതി കൂടെ എടുക്കാം. അതിൻ്റെ നാരങ്ങക്കകത്തുള്ള ആ വിത്ത് വന്നിട്ട് വീഴാതെ നോക്കണം കേട്ടോ. കടി കൊള്ളുമ്പോൾ അത് ഒരു കയ്പ്പ് രസമായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാം ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒരു സെക്കൻഡ് ഒന്ന് വഴറ്റിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ശകല ഉപ്പ്, ഇതിനാവശ്യമായ ഉപ്പ് മാത്രം ചേർക്കാം കേട്ടോ. പിന്നെ നമ്മൾ റൈസിൽ ഉപ്പ് ചേർത്താണ് വേവിച്ചെടുത്തത്. അത് കാരണം ഇതിനാവശ്യമായ ഉപ്പ് മതി. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നു. ഇനിയിപ്പോൾ നമുക്കിതിൽ റൈസ് ചേർക്കാം. അപ്പോൾ ഞാനിതിൽ റൈസ് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. അതായത് ഇതിലുള്ള റൈസ് എപ്പോഴും ഒരു 80% വേകാൻ പാടുള്ളൂ. കണ്ടോ, ഇങ്ങനെ ഇരിക്കണം. തീരെ കൊഴിഞ്ഞു പോയതെങ്കിൽ നമ്മുടെ ലെമൺ റൈസ് പിന്നെ ടേസ്റ്റ് കാണത്തില്ല. ഞാനിപ്പോൾ അതിന് ജീര റൈസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് റൈസാണോ, പിന്നെ പൊന്നിയരി ആണെങ്കിൽ പൊന്നിയരി ചേർക്കാം. പിന്നെ എന്നിട്ട് ബസ്മതി റൈസ് എടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ ജീര റൈസാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ 1 കപ്പ് അരിയാണ് എടുത്തത് കേട്ടോ. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്തിട്ട് നോക്കണം നമ്മുടെ ലെമൺ ജ്യൂസൊക്കെ കറക്റ്റായിട്ടുണ്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് പകുതി കൂടെ ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ, വേണമെങ്കിൽ അതും കൂടെ ചേർത്തോളാം. ഇല്ല, നിങ്ങൾക്ക് ലെമൺ ജ്യൂസ് കൂടിപ്പോയെന്നുണ്ടെങ്കിൽ കുറച്ച് റൈസും കൂടെ ചേർത്തോളാം. ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട്. ഞാൻ ലെമൺ ജ്യൂസിൻ്റെ ടേസ്റ്റ് അറിയാവുന്നത്. കറക്റ്റ് ടേസ്റ്റ്, ലെമൺ ജ്യൂസ് കറക്റ്റായിട്ടുണ്ട്. ഞാനിപ്പോൾ 1 കപ്പ് റൈസിൽ കുറച്ചുകൂടെ എനിക്ക് ബാക്കിയിരിക്കാൻ റൈസ് കേട്ടോ. അതും കൂടെ ഇടുകയാണെങ്കിൽ നമ്മൾ 2 ലെമൺ എന്തായാലും ചെറുതായതുകൊണ്ട്, വലുതാണെങ്കിൽ 1 മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ ലെമൺ റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, നമ്മുടെ ലെമൺ റൈസ് ഈസി ആയിട്ടുള്ള ഒരു ലെമൺ റൈസാണ്. പക്ഷേ എല്ലാവർക്കും ഇത് പെട്ടെന്ന് റെഡിയാക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഏത് റൈസിന് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അതായത് പൊന്നിയരി, ഡൊപ്പി ഉണ്ടാക്കാം. പിന്നെ ഈ അരികളൊന്നും 80% കൂടുതൽ വേകാൻ പാടില്ല, എങ്കിൽ പിന്നെ റൈസിന് വ്യത്യാസം വരും. അപ്പോൾ അങ്ങനെ ഒരു 80% വേവിക്കാൻ പാടുള്ളൂ. നമ്മളിപ്പോൾ ഞാനിപ്പോൾ കലത്തിലിട്ട് വെള്ളം വാർത്തെടുത്താണ് ഞാൻ. കുക്കറിൽ നിങ്ങൾ വേവിക്കുകയാണെങ്കിൽ കുക്കറിലും വേവിക്കാം. ഓക്കെ, അപ്പോൾ 5 മിനിറ്റ് ജോലിയേ ഉള്ളൂ. ചോറ് നമ്മളുടെ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ടിഫിൻ ബോക്സിലൊക്കെ നമുക്ക് ലഞ്ചിന് പിന്നെ കുട്ടികൾക്കായാലും വലിയവർക്കായാലും കൊടുത്തുവിടാം. പിന്നെ ഇതിൻ്റെ കൂടെ കട്ട ചമ്മന്തി ഉണ്ടല്ലോ, അതൊരു കോമ്പിനേഷനാണ്. അല്ലാതെ ഫ്രൈ ഐറ്റംസ് എല്ലാം ഇതിന് ചേരും. പിന്നെ നമുക്ക് മുട്ട റോസ്റ്റ്, ചിക്കനോ മട്ടനോ ഏത് വേണമെങ്കിലും അത് വെച്ച് കഴിക്കാം. പക്ഷെ അതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു ഫ്രൈ, അതായത് മെഴുക്ക് പുരട്ടിയെന്ന് പറയത്തില്ലേ, അതൊന്ന് പുരട്ടി. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വെച്ചാൽ സോയാ ചങ്ക് കൊണ്ടൊരു ഫ്രൈ ആണ്, ഒരു പെരട്ട് പോലെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, പിന്നെ തൈര് സാലഡ് ഇഷ്ടമുണ്ടെങ്കിൽ അതും കൂട്ടി കഴിക്കാം. അല്ലെങ്കിൽ നാരങ്ങയ്ക്ക് ചെറിയൊരു പുളിപ്പുള്ളത് കൊണ്ട് ഞാൻ തൈര് സാലഡ് എടുക്കുന്നില്ല. അതിഷ്ടമുള്ളവർ അതും വെച്ച് കഴിക്കാം. അപ്പം ഞാൻ ഈ സോയാ ചങ്ക് ആണ് അതൊരു റോസ്റ്റ് പോലെ ഉണ്ടാക്കിയാണ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നോക്കിയിട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ കാഷ്നട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ കാഷ്നട്ട് അവോയ്ഡ് ചെയ്യാം. അത് ഇടണമെന്നുള്ള നിർബന്ധമൊന്നുമില്ല. ഓക്കെ, താങ്ക് യു.